നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷ സംബന്ധമായിട്ടും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുമുള്ള എൻ്റെ ചാനലാണ് ഋഷിപ്രോക്തം എന്നുള്ളത്. ആ ചാനൽ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഈ ചാനലിലൂടെ ക്ഷേത്ര വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. തിരുക്കോഷ്ടിയൂർ എന്ന ക്ഷേത്രത്തിന്റെ വളരെ പ്രാധാന്യമുള്ള വിശേഷത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. മധുരയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് തിരുക്കോഷ്ടിയൂർ എന്ന സ്ഥലം. കോഷ്ടി എന്ന തമിഴ് പദത്തിന്റെ അർത്ഥം സമ്മേളനം എന്നാണ്. തിരുക്കോഷ്ടി എന്നാൽ ദേവതകളുടെ സമ്മേളനം എന്നാണ് അർത്ഥം. ഹിരണ്യാക്ഷനെ കൊല്ലാനുള്ള തന്ത്രം മെനയാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സമ്മേളിച്ച സ്ഥലമായതുകൊണ്ടാണ് തിരുക്കോഷ്ടിയൂർ എന്ന പേര് വന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ അനന്തശായിയായിട്ടുള്ള മഹാവിഷ്ണുവാണ്. ക്ഷേത്ര ഗോപുരത്തിലെ ശില്പങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായും തിളങ്ങി നിൽക്കുന്നത് ഹിരണ്യനെ മടിയിലിരുത്തി വധിക്കുന്ന നരസിംഹമൂർത്തിയാണ്. ഗോപുരത്തിന്റെ മുകളിൽ കയറി ശില്പവേലകൾ കണ്ടാസ്വദിക്കാൻ അനുവാദം ലഭിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ശ്രീരാമ അനുജന്മാർ ഓം നമോ നാരായണായ എന്ന മോക്ഷദായകമായ അഷ്ടാക്ഷര മന്ത്രത്തിന്റെ പൊരുൾ പാമര ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്തത്. ശ്രീരംഗത്ത് നിന്നാണ് രാമാനുജർ മന്ത്രപഠനത്തിനായി തിരുക്കോഷ്ടിയൂരിൽ വന്നത്. മഹാപണ്ഡിതനായ തിരുക്കോഷ്ടി നമ്പികളുടെ അടുത്തു നിന്നാണ് രാമാനുജർ ദിവ്യ മന്ത്രങ്ങളൊക്കെ പഠിച്ചത്. വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടാണ് നമ്പികൾ എല്ലാം ഓതിക്കൊടുക്കുന്നത്. എന്നാൽ രാമാനുജർ അത് വകവയ്ക്കാതെ എല്ലാ ജനങ്ങൾക്കും മന്ത്രോപദേശം നൽകി. ഇതറിഞ്ഞ നമ്പികൾ രാമാനുജത്തെ ശപിച്ചു. സത്യവിരുദ്ധമായി പ്രവർത്തിച്ചതിന് നീ നരകത്തിൽ പോകുമെന്നായിരുന്നു ശാപം. മറ്റുള്ളവരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കിയിട്ട് താൻ മാത്രം നരകത്തിൽ പോകുന്നതിൽ ഒട്ടും സങ്കടമില്ലെന്ന് രാമാനുജർ നമ്പികളെ അറിയിച്ചു. രാമാനുജരുടെ നിസ്വാർത്ഥതയിൽ സന്തോഷിച്ച് നമ്പികൾ ശാപമോക്ഷം കൊടുത്തു. തിരുക്കോഷ്ടിയൂർ പെരുമാളെ ശിഷ്ടകാലം സേവിച്ചാൽ വൈകുണ്ഠപദം ലഭിക്കുമെന്നാണ് നമ്പികൾ അരുൾ ചെയ്തത്. നമ്പികളുടെ ഉപദേശമനുസരിച്ച് രാമാനുജർ തിരുക്കോഷ്ടിയൂർ പെരുമാളെ സേവിക്കാൻ തുടങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന് വൈകുണ്ഠപദം ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ശ്രീരംഗം കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് തിരുക്കോഷ്ടിയൂരിനുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഭഗവാൻ തിരുക്കോഷ്ടിയൂർ നാഥനെ ദർശിച്ച് നേരിട്ടുള്ള ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.